ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് സീക്വൻസ് വെച്ചിട്ടുള്ള വർക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് ബോൾ സീക്വൻസ് ആണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊന്തിയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ഈ ബോൾ സീക്വൻസ് എന്ന് പറഞ്ഞത്. നമുക്ക് മാർക്കറ്റിൽ പല കളറിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ പല കളേഴ്സും ചേർന്നിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുള്ള വർക്കാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ എംബ്രോയിഡറി ത്രെഡ് അല്ല നമ്മൾ ഉപയോഗിക്കുക, മറിച്ച് മെഷീൻ നൂലാണ് ഉപയോഗിക്കുക. ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന സീക്വൻസ് അതിന് ചേർന്നിട്ടുള്ള കളറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഞാൻ വൈറ്റ് കളർ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വർക്ക് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വീഡിയോയിലേക്ക് പോകാം. ഇതാ ഈ ബോൾ സീക്വൻസ് വെച്ച് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ച് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം സൂചി താഴ്ത്തുന്നെടുത്ത് ഈ ബോൾ സീക്വൻസ് ഇങ്ങനെ കോർത്തെടുക്കുക. അതിനുശേഷം നേരെ നടുവിൽ വെച്ച് നേരെ ബാക്കിലേക്ക് കുത്തുക. ഇപ്പൊ നമ്മൾ സീക്വൻസ് ഒരു സൈഡിൽ മാത്രമേ അതിനെ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡും കൂടി അതേപോലെ തന്നെ ഇങ്ങനെ ആക്കി ഈ സൈഡും നമ്മൾ ഫിക്സ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇവിടെ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്തു. അവിടെ ഇങ്ങനെയാണ് സീക്വൻസ് നമ്മൾ ക്ലോത്തിൽ ഫിക്സ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. സൂചി ഇങ്ങനെ കുത്തിയെടുക്കുക. കുറച്ച് വിട്ടിട്ട്, ഒരു സീക്വൻസ് കൊള്ളാൻ പാകത്തിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ സൂചി കുത്തിയെടുക്കാൻ. ഇങ്ങനെ കുത്തിവെച്ച് അതിനുശേഷം അതിലാണ് സീക്വൻസ് കോർത്തെടുക്കേണ്ടത്. ചെറിയ സൂചി ആയതുകൊണ്ട് തന്നെ സീക്വൻസ് വളരെ വേഗത്തിൽ കയറി ചെല്ലും. അതിനുശേഷം ഇങ്ങോട്ട് കുത്തിയിറക്കുക, ലെഫ്റ്റിലേക്കും കുത്തിയിറക്കുക. പിന്നെ താഴ്ത്തുനിന്ന് വീണ്ടും എടുത്ത് വീണ്ടും ഈ ഹോളിലേക്ക്, സീക്വൻസിന്റെ ഹോളിൽ വീണ്ടും കുത്തി വീണ്ടും താഴ്ത്തുക. ഇപ്പൊ രണ്ട് സീക്വൻസ് നമ്മൾ ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. കണ്ടോ, അത് എങ്ങോട്ടും ഇളകില്ല. നമ്മൾ ഇപ്പുറത്തുനിന്നും ചെയ്തു, ഇപ്പുറത്തുനിന്നും ചെയ്തു. അങ്ങനെ രണ്ട് സൈഡിൽ കൂടെ ചെയ്തപ്പോൾ സീക്വൻസ് അവിടെ ലോക്കായി. ഇങ്ങനെ വീണ്ടും ചെയ്തു പോരാ. ഇങ്ങനെ കുത്തിയെടുത്ത് ഉറപ്പിക്കുമ്പോൾ ഒരു സൈഡ് മാത്രമായിട്ട് ഉറപ്പിക്കരുത്, രണ്ട് സൈഡും ഉറപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ബോൾ സീക്വൻസ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, ക്ലോത്തിൽ ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികളുടെ ഉടുപ്പിലാണെങ്കിലും ഫ്ലവേഴ്സിലും ഒക്കെ നല്ല ഭംഗിയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണിത്. ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ആകെ സീക്വൻസിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ബോൾ സീക്വൻസ് വെച്ച് ചെയ്യാവുന്ന അടിപൊളി വർക്കാണിത്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. മക്കളുടെ ഉടുപ്പിലും ചുരിദാറിന്റെ യോക്ക് പാട്ടിലും ഒക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ ചെയ്ത ചെറിയ മോട്ടീഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലെ പല ബേർഡ്സിനെയും
മൃഗങ്ങളെയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണിത്. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ മക്കളുടെ ഉടുപ്പിലും ഒക്കെ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും തുടർന്ന് കാണുകയും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.